ഹലോ. കുഞ്ഞൊന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് എനർജി ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ എന്താ ചെയ്യാറ്? ഞാനൊന്ന് പോയി ജസ്റ്റ് ഫ്രഷ്നപ്പായി ഒന്ന് റെഡി ആയിട്ട് വരും. അപ്പം നമുക്ക് ആ ഒരു കോൺഫിഡൻസ് കിട്ടും അന്നത്തെ ഡേ ഒന്ന് പ്രൊഡക്റ്റീവ് ആക്കാൻ. ഇപ്പോൾ ഒന്ന് റെഡിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഇങ്ങനെയല്ല കേട്ടോ, കുഞ്ഞുറങ്ങി നേരെ പോയി ഞാനും പതുപ്പൊക്കെ മൂടി കൂസി അടിച്ച് പോയി കിടന്നുറങ്ങും. അപ്പോൾ എൻ്റെ റെസ്റ്റ് ഓഫ് ദ ഡേ എങ്ങനെയാണെന്ന് നോക്കിയാലോ. ലഞ്ച് ടൈം ആയതുകൊണ്ട് ഫ്രിഡ്ജിൽ ചോറും ബാക്കി കറികളൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ചിക്കനും കൂടി ഫ്രൈ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്നലെ ഞാൻ ഒരു വെറൈറ്റി രീതിക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇന്നത് കഴിക്കാൻ. എൻ്റെ മനസ്സിൽ എന്തോ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയോ, ഞാൻ കഴിച്ചു കഴിയുന്നത് വരെ കുഞ്ഞുണരരുതേന്ന്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഒരു മിനി വാക്യൂം ക്ലീനർ ഉണ്ട്. അതായത് ഞങ്ങളുടെ കുഞ്ഞ് തന്നെ എന്ത് കിട്ടിയാലും നേരെ വായിലേക്ക് പോകുന്നതുകൊണ്ട് എപ്പോഴും തൂത്ത് വൃത്തിയാക്കി ഇടണം. പാത്രം കഴുകിയത് അത്ര അവിടെ ഉണ്ട്, എനിക്ക് എടുത്തു വെക്കാൻ ഒട്ടും മൂടില്ല. അപ്പോൾ പാത്രങ്ങളോടല്ല ഒരു ടാറ്റ ബൈ ബൈ പറഞ്ഞ് എൻ്റെ സപ്ലിമെൻറ്റും കഴിച്ച് ഞാൻ നേരെ പോകുന്നത് ബിഗ് ബോസ് കാണാനുള്ള ആംബിയൻസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ബിഗ് ബോസ്. അത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ ജീവിത പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ച് ആ വീട്ടിലെ പ്രശ്നങ്ങൾ കാണുമ്പോൾ എന്തോ വല്ലാത്തൊരു മനസ്സുഖം അല്ലേ. ഇപ്പോഴും എൻ്റെ മനസ്സിലോടുന്നത് ദേവുട്ടൻ ഉണരില്ലേ. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ മനസ്സ്, ഈ ചാക്കിലുള്ള തുണി പിന്നെ വേറെ ആരെങ്കിലും ഒന്ന് മടക്കുമോ? അതാ ഗൈസ്, ദേവൂട്ടൻ ഉണർന്നു വന്നിരിക്കുന്നു. അപ്പം മടക്കി പകുതിയാക്കി വെച്ച് എൻ്റെ തുണികളോട് ബായ് പറഞ്ഞിരിക്കുന്നു. ഇനിയും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അവന് ഫുഡ് കൊടുപ്പായി, ഡൈപ്പർ മാറ്റായി, കളിയായി, ചിരിയായി. എന്തായാലും അടുത്ത വീഡിയോ കാണാം. ബൈ.